കല്ലുമുട്ടി ചെറക്കല്ലിന്റെ മുകളിൽ ക്ലോസറ്റ് വെച്ചിരുന്നു. എന്റെ ആകുമ്പോ പെരുമ്പാമ്പാ. ക്ലോസറ്റ് ഇതാ വരുന്നേ. ഇതാ അപ്പൊ ക്ലോസറ്റ് ഇതാ ഇങ്ങനെ അമർത്തി സെറ്റ്. 400 നോട്ടാണ് ഇതാ. ഹായ് ചങ്ങായിമാരെ, ഒരു അടിച്ചുപൊളി ആരും കാണിച്ചു തരാത്ത വെറൈറ്റി കണ്ടന്റ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ വീടിൻ്റെ പുറത്തുള്ള ബാത്റൂമിലെ ക്ലോസറ്റ് ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ്. അത് ശരിയാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ബാത്റൂം ഫുള്ള് കാണിച്ചു കൊടുത്താൽ നല്ല ഓടിട്ട റൂഫ്, അടിച്ചുപൊളി തണുപ്പുള്ള ബാത്റൂമാണ്. പിന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കുഴി വരുന്നത്. 2 സ്ലേവിൻ്റെ കുഴി കേട്ടോ. ചിലപ്പം തുറക്കേണ്ടി വരും. പിന്നെ ഈ സ്ലേവിൻ്റെ വക്കത്ത് നിന്നിട്ട് 1 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ചെറിയ ലൈനേ ഓടുന്നുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ബാത്റൂമിലുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ വെള്ളം പാർന്നിക്കുകയാണെങ്കിൽ വെള്ളം പോണില്ല. ഇത് നിറഞ്ഞുകാണ്ട് പിന്നെ ഇങ്ങോട്ട് ചിന്തുകയാണ്. പിന്നെ ഇതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ട്രാപ്പ് ഇങ്ങോട്ട് തിരിച്ചിട്ട് നേരെ കുയ്യിക്ക് പോവുകയാണ്. 2 മീറ്ററിൻ്റെ ഈ ഒരു ലൈനിൽ ആപ്പാടെ ഒരു ടീ കൊടുത്തിട്ട് ആ ടീമെന്ന് ഒരു 2ൻ്റെ റെഡ്യൂസർ വെച്ചുകൊണ്ട് ഒരു എയർ പൈപ്പ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ വെച്ചാൽ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഫുള്ള് പൊളിച്ച് പുതിയ ക്ലോസറ്റ് ഇങ്ങനെ വെച്ച് ടൈലൊട്ടിച്ചാലൊന്നും കുഴപ്പമില്ല, എല്ലാ സാധനം മൂപ്പരെ കൊണ്ടുവന്നരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ ശ്രമിക്കുന്നത് വെച്ചാൽ മാക്സിമം ഈ ക്ലോസറ്റ് മാത്രം കട്ട് ചെയ്ത് കണ്ട് ഈ ട്രാപ്പിൽ എന്തെങ്കിലും ലോക്ക് ആയതാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പുതിയ ട്രാപ്പ് വെച്ച് കണ്ട് പുതിയ ക്ലോസറ്റ് വെക്കാനുള്ള പ്ലാനിങ് കേട്ടോ. കാരണം എന്താ, ക്ലോസറ്റ് എന്തായാലും മാറ്റണം. കാരണം കൊണ്ടൊക്കെയാണ് ഇത് പൊട്ടിക്കണ്. ഇനിയിപ്പോൾ സംശയം ക്ലോസറ്റ് ഇതേപോലെ എടുത്തുകൊണ്ട് വീണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അത് പറ്റും. പക്ഷേ ഇവിടെ ക്ലൈൻറ്റ് പ്രത്യേകം പറയാം അതൊക്കെ പൊട്ടിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ടൈല് ഓവർ പൊട്ടിക്കാൻ ശ്രമിക്കില്ല. ടൈല് പൊട്ടിച്ചാൽ പണി പോകണം. കാരണം എന്താണ്, നമ്മളെ ഒട്ടിക്കേണ്ടി വരും. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക, എന്ത് പണിയാണെങ്കിലും ഇടത് വലത് കൈമേൽ ഗ്ലൗസ് ഒട്ടുക. ഗ്ലൗസ് ഒട്ടിയിട്ട് നല്ലൊരു ചാക്ക് എടുക്കുക. കാരണം ട്രീറ്റ്മെൻ്റ് അല്ലേ എല്ലാവരും അറിയണ്ടേ ട്രീറ്റ്മെൻറ്റ്. ആദ്യം ഇതിൽ ചാക്ക് തിരികുക. ചാക്ക് തിരികിയിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ പണികളെ ദുനിയാവിലുള്ളൂ. ആ മെഷീൻ എടുത്താ, മെഷീൻ എൽറ്റിടുത്താ സെറ്റല്ലേ, സെറ്റ് ഇതുണ്ടല്ലോ. ഇനി ക്ലോസറ്റ് പൊട്ടിക്കാൻ വേണ്ടി പോട്ടെ, ശ്രദ്ധിക്കണം. കാരണം കണ്ണുക്ക് തെറിക്കും. കാരണം ഇത് സെറാമിക്കാണ് സാധനം. വെറും പച്ച മണ്ണില്ലേ, കല്ലുമുട്ടി ചെറക്കല്ലിന്റെ മുകളിൽ ക്ലോസറ്റ് വെച്ചിരിക്കുന്നു. ഒരു സിമെന്റ് ഇല്ലടാ ഇങ്ങോട്ടോക്ക്. നിന്ന് പറഞ്ഞാൽ 3 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. 2-3 കൊല്ലം പുതിയതല്ലേ. ആ പുറത്തുള്ള പൈപ്പില്ലേ, ആ മണ്ണ് ഫുള്ള് നീക്കിയിട്ട് കറക്റ്റാക്കി വെക്ക്. ഞാൻ അപ്പം എടുത്തിട്ടുണ്ട് വരാം. അപ്പം അവിടെ നടക്കട്ടെ പണി, ഇവിടെ നടക്കട്ടെ പണി. 2 സ്ഥലത്തും ഒരേ സമയം പണിയെടുക്കട്ടെ. ഫടാഫട്. ഇപ്പം ഈ ട്രാപ്പിൽ കുറച്ച് വെള്ളമല്ലേ, ആ വെള്ളത്തെ നമ്മളെന്ത് ചെയ്യും, ഈ ക്ലോസറ്റ് പൊട്ടിച്ച് ഈ കാണുന്ന ഭൂമിയിലേക്ക് ഒഴിക്കുകയും പിന്നീട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് ഡോക്ടർമാരെ പണിയല്ലത്, ഇതിന് തല വേണം. ഡോക്ടർമാർക്ക് കൂടെ നിൽക്കാൻ 15 ആൾക്കാരുണ്ടാവും ചുറ്റും. നമുക്ക് ആളുണ്ടാവില്ല. കണ്ടോ, ഈ ചെറിയൊരു സ്പേസിൽ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണത്. കാരണമല്ലേ, നിങ്ങളിവിടെ ചുറ്റുഭാഗം നോക്കിക്കാതെ ഒരു പണിക്കാർ വന്നാൽ ക്ലൈൻറ്റിൻ്റെ ഫസ്റ്റത്തെ കടമ എന്താണെന്നറിയോ, എന്താണ്, ഓൾക്ക് ചായ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്തിച്ചോളി. കട്ടൻ ചായേ, ഇത് ഞരമ്പ് കീറി ഓപ്പറേഷൻ പണിയാത്. നിങ്ങൾ പാലിച്ചെടുത്തോണ്ട് ചോദിക്കാണ്ട്. പണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തൊട്ട പണിയാ. തൊട്ട് കഴിഞ്ഞാൽ അത് സെറ്റാക്കി തരും. പോരാ, പോയി ഇവിടെ കണ്ട് സാധനം ഗുലുമാലാക്കും നിങ്ങൾ. അയ്യാ ചാക്ക് ഊരാൻ വേണ്ടി പോണേ. ക്ലോസറ്റ് ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞു. ചാക്ക് ഊരുമ്പോൾ നോക്കിയതാ, ട്രാപ്പിൽ കുറച്ച് വെള്ളം കണ്ടില്ലേ. ഈ വെള്ളം എന്ത് ചെയ്യുന്ന അറിയോ, ഇത് മറ്റേ ട്രാപ്പാ. ഇതിൻ്റെ തന്നെ സെറാമിക് ട്രാപ്പില്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് വേര് കയറിയതാവും. ഇതാ ഭയ്യ, ഇതാ കണ്ട് വേരുണ്ടോ. അപ്പം എന്ത് ചെയ്യുക, ഇതിലുള്ള വെള്ളത്തിനെ 2 അടി അടിച്ചുകാണ്ട് ഭൂമിയിലേക്ക് ഇറക്കുക. കമ്പി ഉണ്ടാക്കിയതാ, ഭൂമിയിലേക്ക് ഇറക്കണോക്കിയാണ്. ഇപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി. എവിടെ ക്ലോസറ്റ് ബ്ലോക്ക് ആയിക്കാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് വേണ്ടത് എന്താ വെച്ചാൽ ക്ലോസറ്റ് തച്ച് പൊളിക്കുക, ടൈൽസ് തച്ച് പൊളിക്കുക ഒന്നല്ല വേണ്ടിയത്. ആ ലൈനിൽ മണ്ണ് നീക്കിയിട്ട് ഇതേപോലെ പൈപ്പ് കാണും. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഒരു പീസ് എടുക്കുക. അങ്ങനെ ഈ പൈപ്പ് വന്ന് ഒരു കഷ്ണം എടുത്ത്, ഈ കഷ്ണം എടുത്ത പാടെ ചില മണ്ടന്മാർ പറയും, എൻ്റെ അമ്പോ വലിയ പൊട്ടനാന്നറിയും. പൊന്നാര മക്കളെ, ഈ പൈപ്പിലൂടെ പോണ സാധനം 4ൻ്റെ പൈപ്പാണ്. ഇതിൽ കൂടെ അടിയിൽ കൂടെ മാത്രമേ നിങ്ങൾ 10 ആൾക്കാർ ഇരുന്നാലും പോവുള്ളൂ. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഒരിക്കലും പൈപ്പിൻ്റെ മുഴുവൻ തട്ടിപ്പോവില്ല.
ഇത് മൂടിന് നമ്മൾ കാണിച്ചു തരാം. നമ്മളെ തുറന്ന് നമുക്കറിയാം ഇത് മൂടുന്നത്. എല്ലാ ടെക്നിക്കും കാണിച്ചു തരാം. ഇനി ഇത് കൂടെ അങ്ങോട്ട് ഉന്തുക. ഇതാ ഉന്തി. ഇവിടെ ഒന്നും സാധനം എത്തിയിട്ട് തന്നെ ഇല്ല. അപ്പം ഇത് കൂടെ ഉന്തിട്ടോ. ഞാൻ അവിടെ പോയി നോക്കട്ടെ. ആ ഉന്തി ഇതാ പൈപ്പ് പടത്തി കണ്ടോ? പൈപ്പ് പടത്തി ഉണ്ടോ? ഉന്തി നോക്കിയാ ഉന്തിയ ഉണ്ടോ? ഇതാ സാധനം വരുന്ന നോക്കി ഇവിടെ എത്തി. ഈ പൈപ്പ് കൊണ്ട് ഉന്തിയിട്ടേ അത്ര നേക്കിട്ടിട്ടില്ല. ആ മറ്റേ പച്ച പൈപ്പില്ലേ നമ്മളെ മോട്ടറിൻ്റെ പൈപ്പ്, ഇതാ പച്ചല്ലേ 1-1.25 ഒക്കെ, അത് ഉണ്ടാകുമ്പോൾ സംഭവം എന്താ അറിയോ, അത് ഓവർ പൊളഞ്ഞു കൊടുക്കൂല. അതിനോട് ഉന്തിയ സെറ്റപ്പ്. ഇവിടെ ആദ്യത്തെ പ്രശ്നം എന്തേനി, മൂപ്പര് വെള്ളം ഒഴിക്കാനൊക്കെ ഇവിടെ തങ്ങിക്കില്ലേനോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയാ ഇതാ ഞാൻ ട്രാപ്പൊക്കെ ഒഴിക്കുന്ന വെള്ളം നേരെ ഒടിക്കുക, എവിടെ ഓടിയും പൊന്തുന്നില്ല. ഇതാ ഒഴിക്കുന്നതനുസരിച്ച് ഇങ്ങനെ പോണിതാ കണ്ടോ, ഫുള്ള് വെള്ളം എന്നാ പോണി. ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു ബക്കറ്റ് വെള്ളമാണ് ഇപ്പം കൊണ്ടുവന്നത്. ആ ഒരു ബക്കറ്റ് വെള്ളം തീരാനായി. വെറും ഒരു സിമെൻറ്റോ ഒന്നൊരു പൂയി അറ്റ്ലീസ്റ്റ് ഒന്നും കുഴപ്പമില്ല. ഒരു എംസാൻഡെങ്കിലും പരത്തിട്ട് അതിന് ക്ലോസറ്റ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്ലോസറ്റിൻ്റെ സൈഡിലൊന്നും സിമെൻ്റ് ഇല്ല. വെറും പക്ക ഉടായിപ്പ് പണി അല്ലേ? വെറും പക്ക ഉടായിപ്പ്. ചെർക്കൽ ഇങ്ങോട്ടേക്കാ ചെർക്കലിൻ്റെ മുകളിൽ വെച്ചാണ്. അത് 3 കൊല്ലം മുമ്പല്ലോ. ആരോട് പറയാൻ മക്കളെ. ശ്രദ്ധിക്കുക, വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അർമാണ്ടി മേത്തുക്കാവും. തെറിക്കാത്ത പോലത്തെ കരാറാക്കണ്ട. കൂലിപ്പണി എടുത്താൽ മതി. ഫുൾ അർമാണ്ടിയാ. ഒന്നായിരിക്കുക. ശ്രദ്ധിക്കുക, കരാറാക്കല്ലേ. കൂലിപ്പണി എടുത്താൽ മതി മക്കളെ. പോട്ടെ. അർമാണ്ടി ഔട്ട്. പുറത്ത് കിട്ടേ. നിങ്ങളേ നമ്മളെ ക്ലോസറ്റിൻ്റെ മെയിൻ ഞരമ്പ് ഇതാ കിട്ടിയിട്ടാ ലാസ്റ്റ് ഇതാ. അതായത് ക്ലോസറ്റിൻ്റെ റൂട്ട് കനാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സെറ്റ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ സെറാമിക്കിൻ്റെ ട്രാപ്പ് ഇനി വേണ്ട. അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, വേരിങ്ങനെ അങ്ങോട്ടോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ ഒരുപാട് മരങ്ങളുള്ളതല്ലേ, അത് പൊട്ടും. നിങ്ങൾ എന്ത് ചെയ്തോളി, PVC വാങ്ങിക്കോളി. പ്ലാസ്റ്റിക് അത് വാങ്ങിക്കൊണ്ടിരും കേട്ടോ. ഓക്കെ. എന്താ വരുന്നേ? ഇതാ ഇടയ്ക്കാ എൻ്റെ അമ്പോ പെരുമ്പാമ്പാ. എത്തത് പെരുമ്പാമ്പോ? എൻ്റെ അമ്പോ ഇടയ്ക്കാ. എന്താണ് ഇതേനെ എൻ്റെ പ്രശ്നം. ആടാ വേറെ ഉള്ളിൽ കയറിക്കാണ്ടേ. ഓ കുറച്ച പണി വരും കേട്ടോ. ഇതാ ഇങ്ങോട്ടേക്കാണി. ഇതാ കഴിഞ്ഞ് ഇപ്പൊ സാധനം ഫ്രീ. ഇത് മതി. ഇതാ 2 കമ്പി ഇതേപോലെ വെക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പൈപ്പിനുള്ളിൽ കൂടെ കയറിപ്പോയ സാധനമാണ് ഇപ്പത്. അത് ഈ ഉളിയോണ്ട് കുത്തി അങ്ങനല്ല, ഉളിയോണ്ട് കുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ട് പോരുന്നില്ല. ആ ഡ്രില്ലില്ലേ, ഡ്രില്ലുമ്പോ വക്ക വെയിറ്റ് കൊടുത്ത് കിട്ടിയാണ്. ഒന്നും പ്രശ്നമില്ല. എന്താ അപ്പൊ പൈപ്പ് ഫ്രീ ആയിട്ടോ. ട്രാപ്പ് കൂടെ ഇതേത് പാച്ച് വർക്ക് ആയാലും ഇങ്ങനത്തെ പണിയൊക്കെ ഫസ്റ്റ് എന്താണെന്നറിയോ, അതേ സിമെന്റ് കുഴക്കാൻ പാടില്ല. ഇതൊക്കെ ഒന്ന് ട്രെയിൽ വെച്ച് നോക്കുക. എന്നിട്ട് സെറ്റ് ആയിട്ട് മാത്രം എടുത്തിട്ട് വീണ്ടും റീഫിറ്റ് നാക്കിൽ ചെയ്യാം. അപ്പം ട്രാപ്പ് വെക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. മാത്രല്ല ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അല്ലേ, ഇനി അടുത്ത ബാത്റൂമൊക്കെ എവിടെയെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലേ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിക്കോളെ. പോട്ടെ. സെറ്റ്. ഈ സാധനം പോട്ടെ ഉള്ളിക്ക്. ഇപ്പം കറക്റ്റായി മുട്ടി സെന്ററുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മറ്റേ ക്ലോസറ്റ് ഇതിൽ കുടുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൈല് കട്ട് ചെയ്യേണ്ടി വരും. അതിനും പാടില്ല ട്രെയിനാ. വേര് എത്രന്നറിയോ, ഒന്നൊന്നല്ല വേര്. കുറെ വലിയ പേരില്ലേ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് പൊടി അങ്ങനെ വീണ്ടും ഇത് ഊരി. ഇനി എന്താ പണി, ഫസ്റ്റ് ക്ലോസറ്റ് ഇവിടെ വെച്ച സമയത്ത് ക്ലോസറ്റ് ഇറങ്ങണില്ല. അപ്പം കറക്റ്റ് വരച്ചു കണ്ട് ടൈലൊക്കെ കുറച്ച് കട്ട് ചെയ്തു. ഇനി ഇതാ 2ാം വട്ടം ഇറക്കുക കേട്ടോ. അവസ്ഥ നോക്കി ഇതാ സാധനം ഇപ്പൊ കറക്റ്റ് ഇറങ്ങിക്കണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇതാ ഇങ്ങോട്ടേക്കാ ഇങ്ങനെ നിൽക്കും. ഇത്ര ഈ ടൈൽസിന്റെ കാട്ടി ഇത്ര പൊന്തിയിട്ടാ 1 ഇഞ്ച് 1.5 ഇഞ്ചോളം. അതിന് താവൂല. എന്താ സംഭവം എന്നറിയോ, ആ ട്രാപ്പ് നമ്മളെ മറ്റേ ലൈനിലേക്കാണ് കുത്തിച്ചിക്കല്ലേ, ട്രാപ്പ് വന്ന് ഏകദേശം ഒരു 2 ഇഞ്ചോളം അത് കയറിയിരിക്കണ്. അപ്പൊ ആ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ആക്കുമ്പോ ചെറിയൊരു വച്ചിലുണ്ടാവും എന്നല്ലാതെ ഇനി നമുക്ക് ഇരുത്താൻ പറ്റൂല. അപ്പൊ ഈ ടൈല് പൊളിക്കന്നെ വേണം. അതായത് ഈ വാങ്ങിയ ക്ലോസറ്റ് 1000 ഉറുപ്പിന്റെ അടിയിലുള്ള ക്ലോസറ്റാ അല്ലേ 850 ഉറുപ്പിക റേഞ്ച് വരുള്ളൂ. ഇത് നമ്മൾ ഈ
വീടിന്റെ പുറത്തൊക്കെ ചെലവ് കുറച്ചുണ്ടാക്കുമ്പോഴുള്ള ഒരു പരിപാടിക്കുള്ള ക്ലോസറ്റ് അത്. പക്ഷെ മണ്ണല്ലേ, നമുക്ക് തറയുന്ന അത്രയും മണ്ണ് നീക്കാലോ. പക്ഷെ വീടിന്റെ അപ്സ്റ്റേറിൽ വെക്കുന്ന സമയത്ത് അവിടുത്തെ ഈ തറ, ഈ ഫ്ലാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പതിഞ്ഞ സാധാ ടൈപ്പ് ക്ലോസറ്റ് വരുന്നുണ്ട്. അതിന് 1500 ഉറുപ്പിക കൊടുക്കണം. അത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പണിയില്ലേനി. ആ ട്രാപ്പിന്റെ സൈഡിലൊക്കെ സിമെന്റ് അടച്ചുകാണ്ട് ഇതേപോലെ കറക്റ്റ് ആക്കി വെക്കാമായിരുന്നു. പക്ഷെ അതല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ടൈല് പൊളിക്കണം, എന്നിട്ട് വീണ്ടും ടൈൽ ഒട്ടിക്കണം. ഇവിടെ മാത്രം ഊരിയാൽ മതി. അപ്പൊ എന്താ എത്ര ടൈല് വേണമെന്ന് പറഞ്ഞാല് 1 2 3 5 7 10 പീസ് തുണി. 10 പീസ്. ഇവിടെ അടുത്തിപ്പം കാടപ്പടിന്റെ ചാറുണ്ട്, എവിടെ വേർത്തുണ്ട്. അപ്പത്തിന് ഇതെന്താ ചെയ്യാന്നറിയോ, ട്രാപ്പൊക്കെ ഉറപ്പിച്ച് ടൈലൊക്കെ പൊളിച്ച് ഫുൾ ഇവിടെ സെറ്റാക്കി വെക്കാം. ഉണ്ടോ? കട്ട് ചെയ്തോണ്ട് കിട്ടിയാ മതി. അല്ല കിട്ടുന്ന ട്രാപ്പൊക്കെ വെച്ച് സിമെന്റ് ഒക്കെ ഇട്ട് സെറ്റ് ഉറപ്പിച്ച് ഇതാ ക്ലോസറ്റ് ഇതാ വരുന്നേ. ഇതാ അപ്പൊ ക്ലോസറ്റ് ഇതാ ഇങ്ങനെ അമർത്തി സെറ്റ്. ഇനി എന്താ വേണ്ടി വെച്ചിട്ടാണെങ്കിൽ കോല് വെക്കുക. ഐവ റെഡി. പൈപ്പ് മൂടുന്നതിന് മുമ്പ് ലാസ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ക്ലൈന്റിന് കാണണല്ലോ. നോക്കിക്കോളി കടകടേ പോകണ്ടോ? അത് പോകണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്പർ റെഡി അല്ലേ? അപ്പൊ കഷ്ണം റെഡി. അതായത് രാവിലെ തുറന്ന ഓട്ടനെക്കാട്ടി വലുപ്പത്തിൽ കമ്മട്ടത്തിലാണ് ആ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി വെക്കണേ പശൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നേരെ ഇവിടെ വെക്കുക. കണ്ടോ? ആ റൗണ്ട് അതേപോലെ കുടുങ്ങി നിൽക്കണേ. ഇനി ഇതിന്റെ മുകൾക്ക് മണ്ണിട്ടാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് പറയാനുള്ള കണ്ടന്റ് എന്താ വെച്ചാല്, ഇടക്കിടക്ക് ഇതേപോലെ ജാമാവണ ഏരിയക്കാരൊക്കെ ഇങ്ങനെ തുറന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു പീസ് മെച്ചിക്കാണെങ്കിൽ നമുക്ക് ആ മണ്ണ് നേരിട്ട് പശരേണ്ട ആവശ്യമില്ല. നേരെ ഇതേപോലെ മണ്ണിട്ട് വലിച്ചിടുക. അപ്പൊ നിങ്ങൾക്ക് പശരണോ? മണ്ണിട്ടാ പോരെ? പശരേണ്ട ആവശ്യമില്ല, ഒന്നും ആവില്ല. ഞാൻ ഗ്യാരണ്ടി അല്ലേ. പണി കഴിഞ്ഞു. ഇനി എല്ലാവരും സംശയം എന്താ വെച്ചാൽ ഇതിന് എത്ര പൈസ വാങ്ങും എന്നുള്ളതാണ്. കാരണം അവര് നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഒരു 2 ഉറുപ്പ്യ എന്നാടി പറ്റുമോ? ഇതാ കണ്ടോ, 2 ഉറുപ്പ്യ എന്നു കിട്ടും. ഉറക്കെങ്ങനെ ഉണ്ട്? 400 നോട്ടാണ് ഇതാ. കണ്ടാളി, ഇനി കണവണ വരാൻ നിൽക്കണ്ട. സംഭവം സെറ്റല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ക്ലോസറ്റൊക്കെ ഇനി കുറേ കാലം നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഫ്ലോറിൻ്റെ അടിയിൽ മൊത്തം വേര് സഞ്ചരിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഇതിൻ്റെ അടുത്തുള്ള മരങ്ങൾ മുറിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് പറഞ്ഞുള്ള കണ്ടന്റ് എന്താ വെച്ചാൽ, എന്ത് പണിയും എടുക്കാനുള്ള സൊല്യൂഷൻ ഈ ദുനിയാവിലുണ്ട്. എന്തേ അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഈ ഫിറ്റ് ലെവൽ. അപ്പം അടിച്ചുപൊളി നെക്സ്റ്റ് വീഡിയോ കാണാം.